ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വൽ ജുമൂഉ വഅസ്മാഉഹാ അൽ മുഹല്ലാത്തു ബില്ലാമി. ജംഉകൾ, അതുപോലെ ഇസ്മു ജംഉകൾ. ഇസ്മു ജമ്മും ജമ്മും തമ്മിലുള്ള ഫർക്ക് ലഫ്ദിലും മഅനയിലും ജമ്മായിരിക്കും ജംഉ. ഇസ്മു ജമ്മു എന്ന് പറഞ്ഞാൽ ജമ്മിൻ്റെ മഅനയാണ്, പക്ഷേ ലഫ്ദ് മുഫ്രദ് തന്നെ ആയിരിക്കും. അതാണ് ഇസ്മു ജമ്മു തമ്മിലുള്ള ഫർക്ക്. അൽ മുഹല്ലാത്തു ബില്ലാമി, ലാമ് പ്രവേശിച്ച എന്ന് വെച്ചാൽ മതി. ഇപ്പം റിജാല് റിജാല് അത് ജമ്മിൽ തന്നെ കടന്നു. നിസാ അന്നിസാ. ഇനി ഇസ്മു ജമ്മ എങ്ങനെയാ? ഖൗമ് അൽ ഖൗമ്, റഹ്ത്ത് റഹ്ത്ത്, നാസ് അന്നാസ്. ഇതെല്ലാമാണ് ഇസ്മു ജമ്മുകൾ. അവകൾ അതാ ലിൽ ഉമൂമി, ഉമൂമിനെ ഫായിദൊപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ എന്താ? അലിഫ്ലാമ് ഉള്ളതാ കടന്ന ജമ്മും ഇസ്മു ജമ്മും അത് ഉമൂമിനെ ഫായിദൊപ്പിക്കാനുള്ളതാണ്. ഹൈസുല അഹദ, ഖാരിജിൽ പ്രത്യേകമായ ഒന്നിൻ്റെ മേൽ അറിയിക്കപ്പെടാത്തിടത്ത്. അഹദ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുക എന്നാണ്. അപ്പം അറിവ് ഇല്ലാത്തിടത്ത് ഹൈസുല ഉമൂമ ലാ അഹിദ. അപ്പം അഹദ് ഇല്ലാത്തിടത്താണ് ഉമൂമിനെ ഫായിദൊപ്പിക്കുന്നത്. അഹദ് ഉണ്ടെങ്കിലോ, അഹദ് എന്ന് പറഞ്ഞാൽ മാരിഫത്ത്, മഹൂദ് എന്ന് പറഞ്ഞാൽ മഅറൂഫ്. മഅറൂഫ് ആയ ഒന്നിനെയാണ് അറിയിക്കാനാണ് ഈ ജമ്മ് വന്നതെങ്കിൽ അത് പിന്നെ അവിടെ അത് മാത്രമേ ഉദ്ദേശിക്കുകയുള്ളൂ, ഉമൂമിനെ ഫായിദൊപ്പിക്കുകയില്ല. വയദുല്ലു അലൈഹി സിഹത്തുൽ, ഈ ജമ്മുകൾ വന്നത് നിശ്ചിതമായ അഫ്രാദുകളെ കുറിക്കാൻ വേണ്ടി മാത്രമാണെന്ന് തഅയീൻ ചെയ്യുന്ന വല്ല കരീനത്തുണ്ടെങ്കിൽ പിന്നെ ഉമൂമിനെ ഫായിദൊപ്പിക്കുന്നില്ല. അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന ആ അഫ്രാദുകൾ മാത്രമേ ഉദ്ദേശിക്കപ്പെടുന്നുള്ളൂ എന്ന്. പിന്നെ വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അൽ ഇൻസാൻ എന്ന് പറയുന്ന ഇസ്മി ജമ്മ്, ഇസ്മി ജിൻസിൻ്റെ മേൽ എന്ത് കടന്നു? അലിഫ്ലാമ് കടന്നപ്പോൾ അവിടെ എന്താണ്? ഉമൂമിനെ ഫായിദൊപ്പിക്കുകയാണ്. അപ്പം എല്ലാ ഇൻസാനും എന്നായി. അവിടെ എന്താണ്? ഉമൂമുൽ അഫ്രാദാണ്, ഇസ്തിഗ്റാഖുൽ അഫ്രാദ്. ഓരോ ഇൻസാനിൻ്റെ ഓരോ ഫർദുകളും എന്താണ്? പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ ആ 4 സിഫത്തുകൾ ഉള്ളവർ ഒഴികെ. അപ്പോൾ ഓരോ ഇൻസാനും എന്താണ്? അവിടെ ഉമൂമിനെ ഫായിദൊപ്പിച്ചു. വയദുല്ലു അലൈഹി സിഹത്തുൽ ഇസ്തിസ്നാഇ മിന്ന, അതിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്, അഥവാ ഉമൂമിൻ്റെ ഉള്ളതാണ് എന്നുള്ളതിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. അത്തരം അസ്മാ ജുമൂകളിൽ നിന്ന് ഇസ്തിസ്നാ പറ്റുന്നുണ്ട്. അപ്പോൾ അൽ ഇൻസാൻ ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു അവ ഇസ്തിസ്നാ. വതൗകീദു ബിമാ യുഫീദുൽ ഉമൂം, വ്യാപകാർത്ഥത്തെ ഫായിദൊപ്പിക്കുന്ന ഒന്നുകൊണ്ട് തൗകീദ് ചെയ്യലും അതിൻ്റെ മേലെ അറിയിക്കും. ഖൗലി തആല ഫസജദൽ മലായിക, മലായികത്ത് സുജൂദ് ചെയ്തു. അപ്പോൾ അതെന്താ? മലായികത്ത് മലക്കിൻ്റെ ബഹുവചനമാണ്, അതിലാണ് അലിഫ്ലാമ് കടന്നത്. അപ്പോൾ അൽ മലായികത്ത്, ഈ അൽ മലായികത്ത് ഉമൂമിനെ ഫായിദൊപ്പിക്കും എന്നുള്ളത് ഇതിൻ്റെ മേലെ ആരറിയിച്ചു? കുല്ലുഹും അജ്മഊന എന്ന് പറഞ്ഞ തൗക്കീദിൻ്റെ അൽഫാദുകൾ അറിയിച്ചു. ആ തൗക്കീദിൻ്റെ അൽഫാദുകൾ പിന്നെ ഇതിന് ഉമൂമിനെ ഫായിദൊപ്പിക്കുന്നു എന്നുള്ളതിനെ അരക്കിട്ടുറപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്, കുല്ലുഹും അജ്മഊന എന്നുള്ളതിലൂടെ. വസ്തിദ്ലാലു സ്വഹാബത്തി ബിഉമൂമിഹാ ഷായിഅൻ ദാഇഅൻ, മറ്റൊരു തെളിവ് സ്വഹാബത്ത് ഇത്തരം അസ്മാഉകൾ ആമ്മായിട്ട് അസ്മാഉകളുടെ ഉമൂം കൊണ്ട് തെളിവ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആയത്തുകളിൽ ഹദീസുകളിൽ വന്നു കഴിഞ്ഞാൽ സ്വഹാബത്ത് അത്തരം ആയത്ത് ഹദീസുകൾ ആമ്മാണെന്ന് പറഞ്ഞിട്ട് തെളിവ് പിടിച്ചിട്ടുണ്ട്. ഷായിയൻ ദായിയൻ, ആ ഇസ്തിദ്ലാൽ തന്നെ വ്യാപകമായിട്ട് പ്രശസ്തമായിട്ട്. അപ്പോൾ അത്രയും അവർ തെളിവ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ ചർച്ചാ വിഷയം യാ അയ്യുഹന്നാസു അബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും. അപ്പോൾ എന്താ? അന്നാസ്, ആ അന്നാസിനെ കുറിച്ചാണല്ലോ ചർച്ച. അപ്പോൾ ഫന്നാസു നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആയത്തിലെ അന്നാസ് യഉമു, അത് ഉമൂമിനെ ഫായിദൊപ്പിക്കും. അൽ മൗജൂദീന, നിലവിൽ ഉള്ളവരെ ആമാക്കും. വഖ്ത നുസൂലി, അവതരണ സമയത്ത്. ലഫ്ളൻ, ലഫ്ളിൽ തന്നെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ യാ അയ്യുഹന്നാസു എന്ന് പറയുമ്പോൾ അന്നേരം ആരെല്ലാം ഉള്ളോ അവരെല്ലാം ഉൾക്കൊള്ളിക്കുന്നു ആ പറച്ചലിൽ തന്നെ. വമൻ സയൂജദു, എത്തിക്കപ്പെടാൻ പോകുന്നവരെയും ആമാക്കും. മഅനൻ, അത് മഅനയിൽ, ലഫ്ളിൽ അല്ലെങ്കിലും മഅനയിൽ അവരെയും കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട്. എന്തേ? ലിമാ തവാതറ, പരസ്യമായി അറിയപ്പെട്ടതിന് വേണ്ടി, മിൻ ദീനിഹി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിൻ്റെ നബി തങ്ങളുടെ ദീനിൽ നിന്ന്. അപ്പോൾ കണ്ടോ,
നബി തങ്ങളുടെ പേരിന് മാത്രമല്ല സ്വലാത്ത് ചെല്ലേണ്ടത്, തങ്ങളുടെ ഇസ്മിലേക്ക് അസ്മായിലേക്ക് മടങ്ങുന്ന ലമീറിനുക്കും സ്വലാത്ത് ചെല്ലണമെന്ന് ഇവിടുന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ഇമാം ബൈദാവി തങ്ങളൊക്കെ. അതാ മിന്ദീനി ഹി എന്ന് പറയുന്നത് നബി തങ്ങളാ അലൈഹി സ്വലാത്തു വസ്സലാം. എന്താ അന്ന മുഖത്തല ഖിതാബിഹി വ അഹ്കാമിഹി, നബി തങ്ങളുടെ ഖിതാബിൻ്റെ മുഖത്തല വ അഹ്കാമിഹി, അല്ല അള്ളാഹുവിൻ്റെ ഖിതാബിൻ്റെ തേട്ടം അവൻ്റെ അഹ്കാമുകളുടെയും ഷാമിലുൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ലിൽ ഖബീലൈൻ രണ്ട് വിഭാഗങ്ങളെയും. ഖബീലൈൻ രണ്ട് വിഭാഗം, ഖബീലത്തൈനി നടന്നു. ഏതാ നമ്മൾ പറഞ്ഞ അൽ മൗജൂദീന വക്തുനുസൂലും വമൻ സയൂജദു മഅനൻ എന്നുള്ളതും. ഒരു മിനിറ്റ്. സാബിത്തുൻ ഇലാ യൗമിൽ ഖിയാം, ഖിയാമി സാ, അന്ത്യനാൾ വരെ അത് സ്ഥിരപ്പെട്ടതുമാണ്. ഇല്ലാ മാ ഖസ്സഹു ദലീലു, ദലീൽ ഖാസാക്കിയ ഒരുത്തരൊഴികെ, ദലീൽ തഖ്സീസാക്കിയതായ ഒരുത്തരൊഴികെ. വല്ല ദലീലുകളെ കൊണ്ടും ഇതിൽ നിന്ന് ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ പിന്നെ അവർ അതിൽ നിന്ന് പുറത്താണ്, അല്ലാത്തവരെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നതാണ് എന്നർത്ഥം. നോക്കിക്കോ, ഒമാ റുവിയ അൻ അൽഖമത വൽ ഹസൻ, അൽഖമ റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹു എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്താ, അന്ന കുല്ല ഷൈഇൻ നസല ഫീഹി യാ അയ്യുഹന്നാസ്, ഏതൊരായത്തും അതിലിറങ്ങിയത് യാ അയ്യുഹന്നാസു എന്നാണ് എങ്കിൽ ഫമക്കിയുൻ, അത് മക്കിയാണെന്നും, വയാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ള ഏതൊരു എന്ന് ഇറങ്ങിയ ഏതൊന്നുമാകുന്നത് ഫമദനിയുൻ, മദനിയുമാണ് എന്ന് റിപ്പോർട്ട് എന്ന റിപ്പോർട്ടാകുന്നത് എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഒരു നിരൂപണം നടത്തുകയാണ്. ഇൻ സഹ റഫ്ഉഹു, ഇൻ സഹ ഇതിന്റെ റഫ് സഹി ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ആളുകളിലേക്ക് സനത് മുത്തസിലാവുകയാണെങ്കിൽ, അതാണ് ഇവിടെ റഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫലാ യൂജിബു തഖ്സീസഹു ബിൽ കുഫാർ, ഇത് കാഫിരീങ്ങളെ കൊണ്ട് പ്രത്യേകമാക്കലിനെ ഉണ്ടാക്കി തീർക്കുന്നില്ല. ഫലാ യൂജിബു തഖ്സീസഹു ബിൽ കുഫാർ, ഈ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കും എന്നുള്ളത് കാഫിരീങ്ങൾക്ക് മാത്രം മുഖ്തസാണ് എന്ന് പറയാൻ വേണ്ടി പറ്റൂല. വലാ അംറഹും ബിൽ ഇബാദത്തി, അവരോട് ഇബാദത്ത് കൊണ്ട് കൽപ്പിക്കലിനെയും പ്രത്യേകമാക്കുന്നില്ല. ഫഇന്നൽ മഅ്മൂറ ബിഹി, കാരണം ഇവിടെ കൽപ്പിക്കപ്പെട്ട, ഇതുകൊണ്ട് കൽപ്പിക്കപ്പെടുന്ന കൽപ്പിക്കപ്പെട്ട കാര്യം ഏതാ, കൽപ്പിക്കപ്പെട്ട കാര്യം ഹുവൽ ഖദ്റുൽ മുസ്തറഖു, പൊതുവായ ഒരു വിധിയാണ്. ബൈന ബദ്ഇൽ ഇബാദ, ഇബാദത്തിന് തുടങ്ങുന്നതിൻ്റെയും വ സിയാദത്തി ഫീഹ, ആ ഇബാദത്തിൽ വർധനവ് നടത്തുന്നതിൻ്റെയും വൽ മുവാലബത്തി അലിഹ, ഇബാദത്തിനെ പതിവാക്കുന്നതിൻ്റെയും മേൽ. ഈ മാനകൾക്കെല്ലാം മുഷ്തറക്കായ ഒരു മാനയാണ് യാ അയ്യുഹല്ലദീന യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും. അവിടെ ഉഅ്ബുദൂ റബ്ബക്കും എന്ന് പറഞ്ഞത് ആ നടാടെ ഇബാദത്ത് ഉണ്ടാക്കണമെന്നാണോ? കുഫാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്, അവർ ഇതുവരെ ഇബാദത്ത് ചെയ്തിട്ടില്ല. ഇനി മോമിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് മാന കൊടുക്കുക, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തിനെ വർദ്ധിപ്പിക്കണം എന്നാണ് ഉഅ്ബുദൂ റബ്ബക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി വർദ്ധിപ്പിക്കുന്ന നല്ലോണം ഇബാദത്ത് ഇപ്പം ചെയ്യുന്നുണ്ട്, ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ നിങ്ങൾ മുദാവമത്ത് ചെയ്യണം, മുവാലബത്ത് ചെയ്യണം, മുഹാഫദ ചെയ്യണം എന്നും കൂടിയുള്ള ഒരർത്ഥമുണ്ട്. അപ്പം ഈ മൂന്ന് അർത്ഥത്തിൻ്റെയും ഇടയിൽ മുഷ്തറക്കായ ഒരു ഖദറാണ് ഏത്, ഇബാദത്ത് കൊണ്ട് ഇവിടെ മുറാദ്. അതുകൊണ്ട് തന്നെ കുഫാറുകളെ കൊണ്ട് മുഖ്തസ് അല്ല, അതുപോലെ ഇബാദത്തിനെ തുടങ്ങുന്നതിൻ്റെ കൊണ്ടും മുഖ്തസല്ല, മറിച്ച് ഈ മൂന്ന് മാനകളിൽ നിന്ന് ഏത് മാനയുമാകാം. അതിന് വിശദീകരണം അപ്പോൾ അതിൻ്റെ തഫ്സീല അൽ മത്ലൂബു മിനൽ കുഫാർ, കുഫാറിൽ നിന്ന് തേടപ്പെടുന്നത് ഹുവ ശുറൂഉ ഫിഹ, ഇബാദത്തിലുള്ള പ്രവേശനമാണ്. കാരണം ഇതുവരെ അവർ പ്രവേശിച്ച് കഴിഞ്ഞിട്ടില്ല. ബഅദൽ ഇത്തിയാനി, അങ്ങനെ അവർ ഇബാദത്തിൽ പ്രവേശിച്ചാൽ ശരിയാവോ? അതിനാണ് ഒരു കൈത് പറയുന്നത് ബഅദൽ ഇത്തിയാൻ ബിമാ, ഒന്നിനെ കൊണ്ടുവന്നതിന് ശേഷം യജിബു തഖ്ദീമുഹു, ആ ഒന്നിനെ മുന്തിക്കൽ നിർബന്ധമാണ്. എന്താണ് അവന് തഖ്ദീമ ചെയ്യൽ നിർബന്ധമായ വിഷയം? എന്തിനാൽ മിനൽ മാരിഫ, അറിവ് വേണം, അള്ളാഹുവിനെ കുറിച്ച് അറിവ് വേണം, ദീനിനെ കുറിച്ചുള്ള അറിവ് വേണം, ഇബാദത്തിൻ്റെ കൈഫിയത്തുകളെ കുറിച്ചുള്ള അറിവ് വേണം. വൽ ഇഖ്റാരി ബിസ്സാനിഇ, സാനിയായ അള്ളാഹുവിനെ കൊണ്ടുള്ള ഇഖ്റാർ, അത് അംഗീകരിക്കലും വേണം. അപ്പോൾ കണ്ടോ, മാലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ, ഏതൊന്നുകൊണ്ട് മാത്രമേ വാജിബ് പരിപൂർണമാവുകയുള്ളൂ, ആ ഒന്നും അസ്ലി ഹുക്മിൽ വാജിബ് അല്ലെങ്കിലും അത് വിത്ത വാജിബായി വരുന്നു.
അഥവാ നിസ്കാരം വാജിബാണെന്ന് പറയുമ്പോൾ നിസ്കാരിക്കണമെങ്കിൽ എന്ത് വേണം? ത്വഹാറത്ത് വേണം. അത് ഹദസ് അസ്വറിനെ തൊട്ടും ഹദസ് അക്ബറിനെ തൊട്ടും വേണം. അതുപോലെ തന്നെ മറ്റുള്ള ഷുറൂത്തുകളെല്ലാം വേണം. അതെല്ലാം നിർബന്ധമായി. അപ്പോൾ ഒതു കൊടുക്കണം. ഒതു കൊടുക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം ഹാസിലാക്കണം, അതിന് തിരയണം, പരുതണം. അതുപോലെ തന്നെ കിട്ടുന്നില്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങണമെങ്കിൽ വില കൊടുത്ത് വാങ്ങണം. അപ്പോൾ എന്താ? അതും വാജിബാണെന്ന് കിട്ടും. അതാ മാലായത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ എന്നുള്ള ഉസൂലിൻ്റെ കുല്ലിയായ ഖായിദകൾ ഇവിടെ നമുക്ക് തത്ബീഖാക്കാൻ കഴിയുന്നതാണ്. അതാ മിനൽ മഅരിഫ വൽ ഇഖ്റാരി ബിസ്സാനി ഫഇന്ന മിൻ ലവാസിമി വുജൂബി ഷൈ, ഒരു ഷൈ വാജിബാകുന്നതിൻ്റെ ലവാസിമിൽ പെട്ടതാണ് വുജൂബ് മാ, ഒന്ന് നിർബന്ധമാകൽ, ലാ യത്തിമു ഇല്ലാ ബിഹി, ആ ഒന്നുകൊണ്ടല്ലാതെ കണ്ട് ആ കാര്യം പൂർത്തിയാവുകയില്ല. ആ ഷൈ പൂർത്തിയാകണമെങ്കിൽ ഈ ഒന്ന് ഉണ്ടെങ്കിൽ ആ ഒന്നുകൂടി നിർബന്ധമാണ്. വകമാ അന്നൽ ഹദസ, ഹദസ് ലാ യംനഉ വുജൂദു ബസ്വലാ, നിസ്കാരം നിർബന്ധമാകലിനെ മൻ ചെയ്യാത്തതുപോലെ. ഇപ്പോൾ ഒരാൾക്ക് ഒതു ഇല്ല, ഒതു കൊടുത്ത് നിന്നിട്ടൊന്നുമില്ല, ബാങ്ക് കൊടുത്തിട്ടുണ്ട്, അയാൾക്ക് ഒതു ഇല്ലാണ്ട് നിസ്കാരം നിർബന്ധമില്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂലല്ലോ. നിസ്കാരം എങ്ങനെയാലും ഒതു ഇല്ലെങ്കിലും ജനാപത്തുകാരനായാലും ഒക്കെ നിസ്കാരം നിർബന്ധം തന്നെയാണല്ലോ. അയാൾക്ക് ഇപ്പം ഓൾറെഡി ബിൽഫിയിൽ ഒതു ഇല്ല, അതുപോലെ ശുദ്ധിയില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ നിസ്കാരം നിർബന്ധമില്ല എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. അതുപോലെയാണ് ഫൽ കുഫ്ർ, കുഫ്ർ ലാ യംനഉ വുജൂബൽ ഇബാദ, ഇബാദത്ത് വാജിബാകലിനെ തടയുന്നില്ല. ബൽ യജിബു റഫ്ഉഹു, ആ കുഫറിനെ റഫ് ചെയ്യണം. വൽ ഇഷ്തിഗാലു ബിഹ, എന്നിട്ട് അഖീബഹു, ആ റഫ്ഇൻ ഉടനെ ഇബാദത്ത് കൊണ്ട് ശൂലിലാകുകയും വേണം. ഇപ്പോൾ പറഞ്ഞ ചർച്ച അത് പിന്നെ ഉസൂലുൽ ദീനിൻ്റെയും ഉസൂലുൽ ഫിഖഹിൻ്റെയൊക്കെ വിശാലമായ ഒരു ചർച്ചയാണ്. പിന്നെ ഗൈറു മോമിനീങ്ങളോട്, മുസ്ലിമീങ്ങളല്ലാത്തവരോട് ഫുറൂഇയായ കാര്യങ്ങളെ കൊണ്ട് തക്ലീഫുണ്ടോ ഇല്ലേ എന്നുള്ളത്. അഥവാ കാഫിറിനോട് ഒരു ളുഹുർ നിസ്കാരം വരുമ്പോൾ ഇവിടെയുള്ള കോടിക്കണക്കിന് കാഫിരീങ്ങളോടും നിങ്ങളും ളുഹുർ നിസ്കരിക്കണം എന്നുള്ള നിർബന്ധമുണ്ട്. അതുപോലെ അസർ വരുമ്പോൾ നിങ്ങൾ അസർ നിസ്കരിച്ചിരിക്കണം. അതുപോലെ റമദാൻ വരുമ്പോൾ ആ റമദാനിലെ നോമ്പ് ഇവിടെയുള്ള കോടിക്കണക്കിന് കുഫാറുകളും അത് നോറ്റിരിക്കണം എന്നാണ് ഒരു അഭിപ്രായം. പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗത്തിൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. ഫുറൂഇയായ കാര്യങ്ങളെ കൊണ്ട് അവരോട് നിർദ്ദേശമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ആദ്യം ഷർത്തും ഫർദും ഉണ്ടാക്കണം, എന്നിട്ട് വേണം പിന്നെ ഇബാദത്തുകളെ കൊണ്ട് ശുഗലിലാകാൻ. അത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വമിനൽ മോമിനീന, മോമിനീങ്ങളിൽ നിന്ന് നിർദ്ദേശിക്കപ്പെടുന്നത് ഇസ്ദിയാദുഹും, അവരുടെ വർധനവാണ്, വസബാത്തുഹും, ഉറച്ചു നിൽക്കനുമാണ്, അലൈഹ, ആ ഇബാദത്തിൻ്റെ മേൽ എന്ന്. അപ്പോൾ അവിടെയാണ് ചർച്ച പൂർത്തിയായത്. അഥവാ അങ്ങനെ ഒരു മക്കിയാണെന്ന് പറയുകയാണെങ്കിൽ തന്നെ അത് നമ്മൾക്ക് സമ്മതിക്കാം. പക്ഷേ മക്കിയാണ് എന്നുള്ളത് കൊണ്ട് അവിടെ കാഫിര്യങ്ങൾ മാത്രമേ ആ ആയത്തിൻ്റെ വ്യാപ്തിയിൽ പെടുകയുള്ളൂ എന്ന് ഇല്ല, അതിനൊരു തെളിവില്ല എന്ന് പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു, ആമിനു എന്ന് പറഞ്ഞാൽ ഓ വിശ്വസിച്ച ആളുകളെ, ആമിനു എന്ന് പറഞ്ഞാൽ ദൂമു അലാ ഈമാനിക്കും, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേൽ നിങ്ങൾ ദായിമായിക്കൊള്ളണം, നിങ്ങളത് പതിവാക്കണം, അത് കൈവിട്ടേക്കരുത് എന്നാണ് അതിൻ്റെ വായന. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തിനെ ദായിമാക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം എന്തുകൊണ്ടാണ്? അഹബ്ബുൽ അമാലി ഇലല്ലാഹ് അദ്വമുഹാ വ ഇൻ ഖല്ല, നിങ്ങൾ പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അത് അദ്വമുഹാ, ദായിമായി ചെയ്യുന്നതാണ്. വൈൻ കല്ല, അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കേണ്ടതില്ല, എത്ര കുറച്ചായാലും ശരി അത് നിങ്ങൾ നിത്യം പതിവാക്കുക എന്നുള്ള അതിൻ്റെ ഗുണത്തിലേക്ക് നോക്കിയിട്ടാണ് എന്നാ പറഞ്ഞത്. ഇനി ഇന്നമാക്കാല റബ്ബക്കും, എന്താ ഈ റബ്ബക്കും എന്ന് പറഞ്ഞത്? അള്ളാഹാന്നൊന്നും പറയാതെ അത് തംബീഹൻ, ഉണർത്താനാണ്. അല അന്നൽ മൂജിബലിൽ ഇബാദ, ആരാധനയുടെ സബബ് ഹിയ തർബിയത്തു, അത് തർബിയത്താണ് അഥവാ റുബൂബിയത്താണ്. ചില നുസ്ഖയിൽ റുബൂബിയത്ത് എന്നാണ്ടാകുക, റബ്ബായിരിക്കുക. എന്താണ് റബ്ബിൻ്റെ മായന? അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. റബ്ബിനിക്ക് മായന പറഞ്ഞിട്ടുണ്ടല്ലേ. റബ്ബ് എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുക്കൾക്കും ആവശ്യമായ വസ്തുക്കളെ നിശ്ചിതമായ കണക്കനുസരിച്ചുകൊണ്ട് ആവശ്യമായ സ്ഥലത്ത് ആവശ്യമായ സമയത്ത് നൽകിയിട്ട് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്നാണല്ലോ റബ്ബിൻ്റെ മാന. അതാണ് തർബിയത്ത് എന്ന് പറഞ്ഞാൽ. വളർച്ചയ്ക്ക് വളർത്തിക്കൊണ്ടുവരിക. അള്ളാഹു എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളോടുകൂടെയും ഉള്ള അള്ളാഹു തന്നെയാണെങ്കിലും ഒരു ഖാസായി, അത് ആമായിട്ട് അറിയിക്കുന്നതും ഒരു ഖുസൂസൻ അറിയിക്കുന്നതും വ്യത്യാസമുണ്ടല്ലോ. റബ്ബ് എന്നുള്ളത് തർബിയത്ത് എന്ന് പറയുന്ന ഈ അള്ളാഹുവിൻ്റെ ഔസാഫുകളിൽ നിന്ന് ഏത് സിഫത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് എന്ന് അവിടുന്ന് കിട്ടൂലല്ലോ. അള്ളാഹ എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഖാസായി കിട്ടൽ ഒരു പിന്നെ എന്തുണ്ട്, ലക്ഷ്യമുണ്ട് എന്ന് പറയുമ്പോൾ റബ്ബ് തന്നെ പറയണല്ലോ എന്നാണ്.
അതാ അല്ലദീ ഖലഖക്കും സിഫത്തുൻ ജറത്ത് അലൈഹി, വീണ്ടും അള്ളാഹുവിൻ്റെ മേൽ നടന്ന ജാരിയായ ഒരു സിഫത്താണ്. അതെന്തിനാണ് പറഞ്ഞത്? അതിൽ തഅദീമി വത്തഅലീൽ, ഒന്ന് ബഹുമാനിക്കാനാണ്. നിങ്ങളെ സൃഷ്ടിച്ചവൻ എന്ന് പറയുമ്പോൾ അവനിക്കൊരു ബഹുമാനം കൊടുക്കലായി. അതോടുകൂടെ പിന്നെ അവൻ്റെ വലിയ ഖൽഖ് എന്ന് പറയുന്നത് വലിയ സിഫത്താണല്ലോ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പിന്നെ ഇല്ലായ്മയിൽ നിന്നുള്ള നിങ്ങളുടെ ഉണ്മ, നിങ്ങളുടെ അസ്തിത്വം, നിങ്ങളുടെ കിയാൻ, നിങ്ങളുടെ സ്വത്വം, അതുപോലും അവൻ്റെ ഖൽക്കിലൂടെയാണ് ഉണ്ടാകുന്നത്. ആ ഒരു പ്രത്യേകത പറയുമ്പോഴാണല്ലോ തഅലീൽ കിട്ടുന്നത്, ഇല്ലത്ത് കിട്ടുന്നത്. അപ്പോൾ ഇല്ലത്തിനെ കുറിക്കലുമായി. അപ്പം നിങ്ങളാകുന്ന ആ അസ്തിത്വം തന്നെ അത് റബ്ബിൻ്റെ ഖൽക്കിലൂടെ മാത്രമാണ്. അപ്പം നിങ്ങൾ തീർത്തും മഅദൂമായിരുന്നു. ആ അദിമിൽ നിന്ന് നിങ്ങളെ വുജൂദിലേക്ക് ഈജാദ് ചെയ്തവൻ, ഇഹ്ദാസ് ചെയ്തവനും ഖൽക്ക് ചെയ്തവനും അവനാണ്. അതുകൊണ്ട് നിങ്ങൾ അവനിക്ക് ഇബാദത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു പ്രേരണയായി. അതാ വയഹ്തമിലു അത്തഖീദ വത്തൗദീഹ, ഇനി ഈ സിഫത്ത് സാധ്യതയുണ്ട് അത്തഖീദ കൈത് കൊടുക്കാനും വത്തൗദീഹ കൂടുതൽ വ്യക്തമാക്കാനും. ഇൻ ഖുസ്സൽ ഖിതാബു ബിൽ മുശ്രിക്കീൻ, അത് നമ്മളുടെ ചർച്ചയിൽ ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഇത് മുശ്രിക്കീങ്ങളെ കൊണ്ട് ഖാസാണെന്ന് പറയുമ്പോൾ, മുശ്രിക്കീങ്ങളെ കൊണ്ട് ഈ ഖിതാബ് തഖ്സീസാക്കപ്പെടുകയാണെങ്കിൽ, അതുപോലെ വ ഉരീദ ബിർ റബ്ബി, റബ്ബ് കൊണ്ട് അഅമ്മു മിനർ റബ്ബിൽ ഹഖീഖി, ഹഖീഖിയായിരിക്കുന്ന റബ്ബിനേക്കാൾ വ്യാപ്തമായ, വ്യാപ്തിയുള്ള, വ്യാപകാർത്ഥമുള്ള ഒരു റബ്ബുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് വന്ന് ഹഖീഖിയായ റബ്ബും പൊട്ട് നിങ്ങൾ വ്യാജമായി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ ബിംബങ്ങളും അതിൽപ്പെട്ട് ആ റബ്ബിൽപ്പെട്ട്. അപ്പോൾ ആ റബ്ബുകളിൽ നിന്ന് യഥാർത്ഥ റബ്ബിനെ വേർതിരിക്കാനാണ് അല്ലദീ ഖലഖക്കും എന്ന് പറഞ്ഞത്. അവരോട് ചോദിച്ചാൽ തന്നെ അവർ പറയും എന്തെന്ന്, ആരാണ് മൻ ഖലഖസ് സമാവാതി വൽ അർളി ലയഖൂലുന്നല്ലാഹ്, അതവർ സമ്മതിക്കുന്നുണ്ട്. ഖാലിക്കായിരിക്കുന്ന റബ്ബ് അത് പിന്നെ അള്ളാഹു തന്നെയാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. അവരുടെ ദൈവങ്ങൾ ഇവർ റബ്ബുകളാക്കി വെക്കുന്ന അർബാബുകൾ അതെന്താണ്, അത് ഖൽക്ക് ചെയ്യുന്നുണ്ട് എന്ന് അവർ പറയുന്നൊന്നുമില്ല, അവകാശവാദമൊന്നും അവർക്കില്ല. അതാ പറയുന്നത് വൽ ആലിഹത്തി, ഒരു ആലിഹത്തിനേക്കാളും അമ്മാണ്. അല്ലത്തി എങ്ങനത്തെ ആലിഹത്താണ്? യുസമ്മൂനഹ, അവകൾക്ക് അവർ പേര് വെക്കുന്നത് അർബാബൻ റബ്ബുകളാണെന്നാണ്. കണ്ടോ? അപ്പോൾ ഈ രീതിയിൽ കാഫിരീങ്ങളെ കൊണ്ട് മുഖ്തസാണെന്ന് പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനമുണ്ട്. അല്ല, മുഅ്മിനീങ്ങൾക്കും കാഫിരീങ്ങളെയൊക്കെ തഅമീം ചെയ്യുന്ന ഒരു പ്രയോഗമാണ്, വിളിയാണ് ഇവിടെ വിളിച്ചത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്ത് കഴിഞ്ഞാലും പല ജാതി വജുഹുകൾ ഉണ്ടാകുമ്പോൾ ഓരോ വുജൂഹുകളുമായി ബന്ധപ്പെട്ട വിശദീകരണം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ കേവലം നമ്മൾ ഈ വിഷയത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും മാക്കൂലായ വിഷയമല്ല. ഹദീസുകൾ, തഫ്സീറുകളൊക്കെ അധികവും എന്താണ്, റിവായത്താണ്. പിന്നെ ദിറായത്തുണ്ട്, റിവായത്തുണ്ട്, ദിറായത്തുണ്ട്. അപ്പം റിവായത്ത് കൊണ്ട് നമ്മൾ പിന്നെ ഇത് പറയാം. ഇനി ദിറായത്ത് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഖുർആനെ വ്യാഖ്യാനിക്കുമ്പോൾ തന്നെ അതിനേക്ക് ഞങ്ങളുടെ കഴിവിന് ഒരു പിന്നെ പരിധി ഉണ്ടല്ലോ. അപ്പോൾ മുഫസ്സിരീങ്ങളായ കിബാറുകളായ മുഫസ്സിരീങ്ങൾ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഞങ്ങൾ നീങ്ങലല്ലാതെ അതിൽ പരിമിതമായി നിൽക്കലാണ് നമുക്ക് ഏറ്റവും സുരക്ഷിതത്വം, സേഫ്റ്റി അതാണ്. അല്ലാണ്ട് ഞങ്ങളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഞങ്ങളെ പിന്നെ അക്കലുകൾ പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കി തീർക്കും. അപ്പോൾ കഴിവിൻ്റെ പരമാവധി, എന്നാലും നമ്മൾ ചോദിക്കുന്നതിൻ്റെ മാന, നിങ്ങളൊക്കെ ചോദിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയൊക്കെ മാന എന്താണ്, അതിൻ്റെ ഉത്തരങ്ങൾ തഫ്സീറുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുന്നു, ആ ആലോചനകളൊക്കെ ഒരു ചർച്ചാ വിഷയമാക്കിയിട്ട് വിഷയീഭവിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ ഒരുപാട് തഫ്സീറുകളുണ്ട്. തഫ്സീർ റാസി, അതുപോലെ തഫ്സീർ ബഹറുൽ മുഹീത്ത്, ഇങ്ങനെ തുടങ്ങി നിരവധി വലിയ വ്യാഖ്യാനങ്ങളൊക്കെ ഖുർആനിൽ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ടോർച്ച് ലൈറ്റ് മാത്രമാണ്. ടോർച്ച് അടിച്ച് നോക്കാനുള്ള ഒരു ഇൽമ മാത്രമേ നമുക്ക് ഇതിലൂടെയൊക്കെ കിട്ടൂ. എന്തായാലും ബൈദാവി അല്ല, ജലാലിനെ കുറിച്ചൊക്കെ പറയുന്നത്. ബൈദാവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബൃഹത്തായ ഒരു തഫ്സീറാണ്. ഭാഷാപരമായും ആശയ ഗാംഭീര്യം കൊണ്ടും ഭാഷയുടെ ഇഷ്തിഖാക്കുകൾ, അതുപോലെ തന്നെ നഹ്വിയായ ഖവാനീനുകൾ, ഖവായിദുകൾ അതെല്ലാം സവിസ്തരം പ്രതിപാദിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ഒരു പ്രാഥമിക തഫ്സീർ എന്ന് പറയാനില്ല. ഇത് ബൃഹത്തായ ഒരു തഫ്സീർ തന്നെയാണ്. ഇത് ഏകദേശം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഓരോ ആയത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ നോക്കിയ പേജുകളോളം നീണ്ടു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു 5-10-50 ആയത്ത് പഠിച്ചാൽ തന്നെ പിന്നെ നിങ്ങൾക്ക് എല്ലാത്തിലേക്കുള്ള ഒരു 100 പ്രകാശം നിങ്ങൾക്ക് കിട്ടി. അല്ലാഹു തആല ആ രീതിയിലുള്ള പഠനമാക്കി നമ്മുടെ തഅലീമിനെ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത ചർച്ച അല്ലദീ ഖലഖ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഖൽഖ് എന്ന് പറഞ്ഞാൽ? ഖൽഖിൻ്റെ മാന നമുക്കൊന്ന് പഠിക്കാം. അതാ വൽ ഖൽഖു ഈജാദു അശ്ശൈഇ അലാ തഖ്ദീരിൻ വസ്തിവാഇൻ, ഒരു വസ്തുവിനെ
ഉണ്ടാക്കലാണ്, സൃഷ്ടിക്കലാണ്. അലാ തഖ്ദീരിൻ, ഒരു നിശ്ചിതമായ ഖദർ അനുസരിച്ച്. അപ്പോൾ അതിൻ്റെ ഖദർ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ക്വാണ്ടിറ്റി എന്നാണല്ലോ അതിൻ്റെ മായന. ക്വാണ്ടിറ്റി, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങളുടെ ബോഡി അള്ളാഹു താല പടച്ചു. ഓരോരുത്തരുടെ ശരീരത്തിന് ഓരോരോ ആകാരങ്ങളാണ്. ഈ ആകാരങ്ങളിൽ, ആകാരം എന്ന് പറഞ്ഞാൽ തല മുതൽ കാല് വരെയുള്ള ആ രൂപത്തിനാണല്ലോ ആകാരം എന്ന് പറയുക. ആ ആകാരം തന്നെ വ്യത്യസ്തമായ നിറങ്ങളിലാണ്. പിന്നെ അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ആഫിയത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും വ്യത്യസ്തമാണല്ലോ. അതോടുകൂടെ തന്നെ ഓരോ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഓരോ വസ്തുക്കളുടെ ക്വാണ്ടിറ്റികൾ, പിന്നെ ഗ്ലൂക്കോസ്, പിന്നെ അന്നജം, അതുപോലെ തന്നെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ബ്ലഡുകൾ നമ്മൾ അനാലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുമല്ലോ. അത് എല്ലാ ശരീരത്തിലും എല്ലാവരുടെയും രക്തത്തിൽ ഒരുപോലെ ഒരേ അളവിലല്ല, മറിച്ച് അതാ പറയുന്നത് അലാ തഖ്ദീരിൻ, ഒരു പ്രത്യേകമായ ഖദർ അനുസരിച്ചു കൊണ്ടാണ് അല്ലാഹു തആല ഖൽഖ് ചെയ്യുന്നത്. ഏത് വസ്തുവായാലും, അത് മരമായാലും പിന്നെ ജീവനായാലും അചേതന വസ്തുക്കളായി കഴിഞ്ഞാലും പിന്നെ മാർദ്ദവമുള്ളതാണെങ്കിലും ഖരാവസ്ഥയിലുള്ളതാണെങ്കിലും ദ്രാവകാവസ്ഥയിലുള്ളതാണെങ്കിലും എല്ലാം ഒരു തഖ്ദീർ അനുസരിച്ചാണ്. വസ്തിവാഇൻ, ഇസ്തിവാഓടുകൂടിയുമാണ് അല്ലാഹു തആല പഠിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തിവാ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ പ്രകടമാകുന്ന ഏതൊരു വിഷയങ്ങളും അല്ലാഹു തആല അവൻ്റെ അസലിയായിരിക്കുന്ന ഇൽമു പ്രകാരം കണക്കാക്കി അതിനനുസരിച്ച് കൊണ്ടാണ് എന്നാണ്. അതാണ് ഖലഖ ഫസവ്വ. ഖലഖ ഫസവ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ വസ്തുവിൻ്റെയും കമാലിയത്ത്, ജമാലിയത്ത് ഏതുകൊണ്ടാണോ ഉണ്ടാകുന്നത് അതിനനുസരിച്ചു കൊണ്ടാണ് അള്ളാഹു പടച്ചത് എന്നാണ് അലസ്തിവാഇൻ എന്ന് പറഞ്ഞതിൻ്റെ മാന. അവസ്തിവാഇൻ എന്ന് പറഞ്ഞതിൻ്റെ മാന അഥവാ സുലുഹു ഖൽഖ് എന്നുള്ളതിൻ്റെ മൗലികമായ അർത്ഥം എന്താണ്? അത് അത്തഖ്ദീറു, കണക്കാക്കുക എന്നാണ്. യുഖാലു ഖലഖൻ നഅല. എപ്പോഴാ ഖലഖൻ നഅല എന്ന് പറയുന്നത്? ഇദാ ഖദ്ദറഹാ വസവ്വാഹാ ബിൽ മിഖ്യാസ്, അളവുകോല് കൊണ്ട് അതിനെ കണക്കാക്കി സമപ്പെടുത്തുമ്പോഴാണ് എന്ത് പറയുക? ഖലഖൻ നഅല എന്ന് പറയാം. അല്ലാതെ ഖലഖൻ നഅല ചെരുപ്പിനെ സൃഷ്ടിച്ചു എന്നല്ല വായന, മറിച്ച് ഖദ്ദറഹാ വസവ്വാഹാ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ പൂർവീരെയും പടച്ചിരിക്കുന്നു. മുത്തനാവിലും കുല്ലമായ തഖദ്ദമുൽ ഇൻസാന ബിസ്സാത്തി ഔ ബിസ്സമാൻ, മനുഷ്യനേക്കാൾ ദാത്ത് കൊണ്ടോ സമാന് കൊണ്ടോ മുൻകടന്നതായ എല്ലാ വസ്തുക്കളെയും ഇത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. വല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് പറഞ്ഞത് മുത്തനാവിലുൻ കുല്ലമ യതഖദ്ദമുൽ ഇൻസാന ബിദ്ദാത്തി ഔ ബിസ്സമാനി മൻസൂബൻ. ഈ വല്ലതി പറയാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ ഖൽഖിനിക്ക് തഖ്ദീർ, തസ്വിയത്ത് എന്നൊക്കെയുള്ള മാനിയാകുമ്പോൾ പിന്നെ മനുഷ്യനിക്കും പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഖലഖ എന്ന് പറയാം. നമ്മൾ അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയുമ്പോൾ ഖാലിഖീങ്ങൾ, അല്ലാഹു തആല ഖാലിഖീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അവിടെ ഈ എന്താണ് അതിനൊക്കെ തഫ്സീർ കൊടുക്കുന്നുണ്ട്. ഖാലിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് പടച്ചതായ ഒരുപാട് ആളുകളുണ്ട്. അതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ടത് അള്ളാഹു ആണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോടുകൂടെ വേറെ ഖാലിഖ് ഉണ്ട് എന്ന് വരും. അതുകൊണ്ടാണ് അൽ മുസവ്വിരീൻ, രൂപം ഉണ്ടാക്കുന്ന ആളുകളിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ടത് അള്ളാഹു തആലയാണെന്ന് തഫ്സീർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എന്തായി കഴിഞ്ഞാലും ഖലഖക്ക് എന്താണ് നമ്മൾക്ക് സാധാരണ നമ്മളുടെ ഭാഷാ പ്രയോഗത്തിൽ തന്നെ ഉണ്ട്. ലാ ബുദ്ദ അൻ നഖ്ലുഖ ജവ്വൻ ത്വയ്യിബൻ ഹസനൻ യസൂദു ഫീഹി അർറാഹത്തു വത്തുമഇനീന, സന്തോഷവും സമാധാനവും കളിയാടുന്ന ഒരു സാഹചര്യത്തെ, ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിച്ചെടുക്കൽ നമ്മുടെ അനിവാര്യമാണ്. നമ്മൾ മലയാളത്തിലും പറയാറുണ്ടല്ലോ സൃഷ്ടിപരമായ കഴിവുകൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ആ പ്രയോഗത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പം അതുമിൽ നിന്ന് വുജൂദിലേക്ക് കൊണ്ടുവരിക എന്ന മായന കൊടുക്കുമ്പോൾ അത് അള്ളാഹുവിന് മാത്രം മുഖ്തസായതാണ്. അപ്പോൾ ഖലഖക്ക് തന്നെ ഖദ്ദറ എന്ന മായന ഉണ്ടെങ്കിൽ അത് മനുഷ്യന് ഉപയോഗിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. മൻസൂബൻ വല്ലദീന മിൻ ഖബ്ലിക്കും എന്നുള്ളത് മൻസൂബാണ്. മഅതൂഫുൻ അല ളമീരിൽ മൻസൂബി ഫി ഖലഖക്കും, ഖലഖക്കും എന്നുള്ളതിലെ കും എന്ന ളമീറിന്റെ മേൽ അത്തുഫാണത്. അപ്പോൾ എന്താണ്? ഒരു മൻസൂബായ ളമീറിന്റെ മേൽ അത്തുഫ് ചെയ്യുമ്പോൾ, മൻസൂബായ ളമീറിന്റെ മേൽ ലാഹിറായ ഇസ്മിനെ അത്തുഫ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു കണ്ടീഷനൊന്നും അടയില്ല, ഷർത്തൊന്നുമില്ല. എന്നാൽ മർഫൂആയ ളമീറിന്റെ മേൽ അത്തുഫ് ചെയ്യുമ്പോൾ ഷർത്തുണ്ട്. എന്താണ്? ഒരു മർഫൂആയ ളമീർ, ഇപ്പോൾ ഉദാഹരണം ഖുൽതു, ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തും പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഖുൽതു വ സദീഖി എന്ന് പറയില്ല. പിന്നെ എന്തേ പറയുകയുള്ളൂ? ഖുൽതു അന വ സദീഖി എന്ന് പറഞ്ഞിരിക്കണം. അതേ സ്ഥാനത്ത് ലറബ്തുഹു ഇയാഹു എന്നോ ഹുവ
വ അഹാഹു, ഞാൻ ഓനെ അടിച്ചു ഓൻ്റെ അഹ്നെ അടിച്ചു എന്ന് പറയുമ്പോൾ മൻസൂബായ ലമീറിൻ്റെ മേൽ അത്വ് ചെയ്തിട്ടാണ്. അവിടെ എന്ത് വേണമെന്നില്ല, ലമീർ കൊണ്ട് തൗക്കീദ് ചെയ്യേണ്ട. അതേസമയത്ത് മർഫൂആയ ലമീറിൻ്റെ മേലിൽ അത്വ് ചെയ്യുമ്പോൾ എന്ത് വേണം, ഒരു ലാഹിറായ ലമീർ കൊണ്ട്, ബാരിസായ ലമീർ കൊണ്ട് തൗക്കീദ് ചെയ്യണം. അതാണ് ഇബ്നു മാലിക് പറയുന്നത്, വ ഇന്ന ലാ ലമീരി റഫഇൻ മുസ്തതിർ അതഫ്ത ഫഫ്സിൽ ബി ലമീരിൻ മുൻഫസിൽ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. വ ഇന്ന ലാ ലമീരിൻ ലമീരി റഫീൻ, മർഫൂആയ ലമീറിന്റെ മേൽ അതഫ്ത നീ അത്വ് ചെയ്ത് കഴിഞ്ഞാൽ ഫഫ്സിൽ ബി ലമീരി മുൻഫസിൽ, മുൻഫസിലായ ലമീർ കൊണ്ട് നീ ഫസ്ലി ചെയ്യണം. ഫഖുൽതു അനാ വസൈദുൻ എന്ന് തന്നെ പറയണം. എന്നാൽ മൻസൂബായ ലമീറിന്റെ മേൽ അത്വ് ചെയ്യുമ്പോഴോ അങ്ങനത്തെ ഷർത്തില്ല. ഇവിടെ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തത്. എന്താ, ഖലഖക്കും, ഖും എന്ന് പറയുന്ന മഫൂലിന്റെ മേലിലാണ്, മൻസൂബായ ലമീറിന്റെ മേലിലാണ് വല്ലദീന മിൻ ഖബലിക്കും എന്നുള്ളതിനെ അത്വ് ചെയ്തത്. യാ ആദമുസ്കുൻ, യാ ആദമുസ്കുൻ അൻത വസൗജുക, ഉസ്കുൻ അൻത വസൗജുക. ശരിക്കും മായന പ്രകാരം മായന നോക്കുകയാണെങ്കിൽ ഉസ്കുൻ വസൗജുക എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അറബി ഭാഷയിൽ അതൊരു തെറ്റാണത്. അപ്പോൾ എന്ത് പറയണം, അവിടെ അന്ത വസൗജുക എന്ന് തന്നെ പറയണം. അത് ഇതിനോടനുബന്ധിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വൽ ജുംലത്തു, ജുംലത്തു ജുംലയാകുന്നത് ഉഖ്രിജത്ത്, ആ ജുംലയെ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഏതാ ജുംല? ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും തന്നെ. മഖ്റജൽ മുഖറരി ഇൻദഹും, അവരുടെ അടുക്കൽ സർവാംഗീകൃതമായ ഒന്നിന്റെ സ്ഥാനത്ത് എന്ന് പറയുന്ന ആരാണ് പഠിച്ചതെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരും തന്നെ പറയും. അതാ പറയുന്ന ഇമ്മാലി അത്തിറാഫിഹിം ബി, ഒരുപക്ഷെ അവർ അംഗീകരിച്ചതിന് വേണ്ടി തന്നെയാണ്. കമാ ഖാല തആല വലഇൻ സഅൽതഹും, അവരോട് നിങ്ങൾ ആരാഞ്ഞാൽ മൻ ഖലഖഹും, ആരാണ് അവരെ പഠിച്ചത് എന്ന്, ലയഖൂലുന്ന, തീർച്ചയായും അവർ പറയും അല്ലാഹ്, ഖലഖഹുമുല്ലാഹ് ഔലി തമക്കുനിഹിം, അല്ലെങ്കിൽ ഇപ്പോൾ അവർ എന്താകുന്നില്ല, അംഗീകരിക്കുന്നൊന്നുമില്ല. പക്ഷേ അവർക്ക് സൗകര്യപ്പെടുന്നുണ്ട് മിനൽ ഇൽമി, അറിയാൻ, ബിഹി അതുകൊണ്ട് അറിയാൻ, ബി അതിനാനതിന് ചെറിയൊരു ചിന്ത കൊണ്ട് തന്നെ അള്ളാഹുവാണ് ഇതിനൊക്കെ പഠിച്ചത് എന്ന്, അവരെ പഠിച്ചത് എന്ന് അവർക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കൊരിയ മൻ ഖബലക്കും എന്നുണ്ട്, എന്താ അല്ലത് വല്ലദീന മിൻ ഖബലിക്കും എന്നുള്ളടത്ത് വല്ലദീന മൻ ഖബലക്കും എന്ന മൗസൂലിയായിട്ട് കുറേ പോയോന്നറിയില്ല. കുരിയ മൻ ഖബലക്കും അല ഇഖ്ഹാമിൽ മൗസൂലി സാനി, രണ്ടാം മൗസൂലിയെ തിരുകി കയറ്റി ബൈനൽ അവലി, ഒന്നാം മൗസൂലിയുടെയും സിലത്തി അതിൻ്റെ സിലയുടെയും ഇടയിൽ. എന്തിനു വേണ്ടിയാണ്? തൗക്കീദിന് വേണ്ടി. അപ്പോൾ ഇവിടെ രണ്ട് മൗസൂലിയായി, അല്ലദീ ഖലഖക്കും വല്ലദീന മൻ ഖബലക്കും എന്ന് അല്ലേ. വല്ലദീന എന്ന് പറയുന്ന രണ്ടാം ആ മൗസൂല, ആ മൗസൂലിൻ്റെ ശേഷം അതിൻ്റെ സില വരുന്നതിന് മുമ്പ് ഒരു മൻ എന്ന വേറൊരു പുതിയൊരു മൗസൂലിയും കൂടി അവിടെ കടത്തി കൊടുത്തു എന്ന്. കമാ അഖ്ഹമ ജരീർ, ജരീർ എന്ന് പറയുന്ന പ്രശസ്ത കവി ഇദ്ഖാലി ചെയ്തതുപോലെ ഫി ഖൗലി, തൻ്റെ വാക്കിൽ, യാ തൈമ തൈമ അദി എല്ലാ അബാലകുമോ, യാ തൈമ തൈമ അദിയൻ, അദിയിൻ്റെ തൈമേ, ലാ അബാലക്കും, നിങ്ങൾക്ക് ഉപ്പയില്ലാണ്ടാവട്ടെ. ഇവിടെ തൈമ സാനിയ രണ്ടാമത്തെ കമാ അഖ്ഹമൻ്റെ മഫൂലാണ്. തൈമനി സാനിയ രണ്ടാം തൈമിനെ ബൈനൽ അവലി ഒന്നാം തൈമിൻ്റെയും വമാ ഉദീഫയിലെ അതിൻ്റെ മുലാഫിനിലിയായ അദീയിൻ്റെയും ഇടയിൽ തിരുകി കയറ്റിയതുപോലെ. അപ്പോൾ ആ തൈമ അദീൻ എന്ന് പറഞ്ഞിട്ട് തൈമ മുലാഫിനിലി പറയുന്നതിന് മുമ്പ് വേറെ ഒരു പ്രാവശ്യം കൂടി തൈമ കൊടുത്തു, യാ തൈമ അദീൻ എന്ന്. അപ്പോൾ അവിടെ കണ്ട മുലാഫിൻ്റെ ഇടയിൽ ഇഖ്ഹാം ചെയ്ത്, അപ്പോൾ മുഖഹാം എന്ന് അതിന് പറയാം. അതുപോലെയാണ് വല്ലദീന മൻ ഖബലക്കും എന്നുള്ളിടത്തും എന്ന്. വമാ ഉദീഫയിലേഹി ലഅല്ലക്കും തത്തഖൂൻ, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ. ഹാലും മിനൽ ലമീരി ഫി ഉബ്ദു, ഉബ്ദുന്റെ ലമീറിൽ നിന്ന് ഹാലാണ്. അപ്പം നിങ്ങൾ തന്നെ തഖ്വയുള്ളവരെ ആകാൻ വേണ്ടിയായ ഹാലിൽ കഅന്നഹു ഖാല ഉബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളെ റബ്ബിനെ ആരാധന ചെയ്യണം. റാജീന, നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, അൻ തൻഖരിതു, ഇൻഖറത യൻഖരിതു എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ വായന. അൻ തൻഖരിതു ഫി സിൽക്ക് എന്ന് പറഞ്ഞാൽ ചങ്ങലയിൽ, സിൽക്ക് അതിൻ്റെ നൂലിൽ, ഫി സിൽക്കിൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടലിനെ ആഗ്രഹിച്ചുകൊണ്ട്. എങ്ങനത്തതായ മുത്തഖീങ്ങളാണ്? അൽ ഫായിസീന, വിജയികളായ, നേടിയെടുത്ത, ബിൽ ഹുദാ, സന്മാർഗത്തെയും, അൽ ഫലാഹി, വിജയത്തെയും. എങ്ങനത്തതായ സന്മാർഗവും ഫലാഹുമാണ്. അൽ മുസ്തൗജിബൈനി, അത് രണ്ടും ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. ജിവാർ അല്ലാഹി തആല, അള്ളാഹുവിൻ്റെ സാമീപ്യത്തെ. അപ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിന് കാരണമാകുന്ന ഫലാഹ് ഹുദ, ആ ഹുദയെ നേടിയെടുത്ത മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടണമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. നബ്ബഹ ബിഹി, ഇതുകൊണ്ട് അള്ളാഹു തആല ഉണർത്തി, അഥവാ ഈ ഹാല് കൊണ്ട്, ലഅല്ലക്കും തത്തഖൂന എന്ന ഹാല് കൊണ്ട് അള്ളാഹു തംബീഹാക്കിയത് അല അന്ന തഖ്വാ
സൂക്ഷ്മതയാണ്, തഖ്വയാണ്. മുന്തഹ ദറജാതി സാലികീൻ, ഇലാഹി മാർഗത്തിൽ പ്രവേശിച്ചതായ സുലൂക്കിലേക്ക് സുലൂക്കിൻ്റെ ആളുകളുടെ ദറജകളുടെ പരമമായ അവസ്ഥ തഖ്വയാണ് എന്ന് മനസ്സിലാക്കാനാണ്. എന്ന് പറഞ്ഞാൽ സാലിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാ? ഇലാഹി മാർഗത്തിൽ പ്രവേശിച്ചവർ. ആ പ്രവേശിച്ചവർക്ക് എന്തുണ്ട്? പല ജാതി ഔസാഫുകളും വേണം. അതിൻ്റെ മുന്തഹ അത് തഖ്വയാണ്. അതിൻ്റെ ലക്ഷ്യം തഖ്വയാണ്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വയുടെ മുന്തഹ എന്താണ്? ദറജയുടെ മുന്തഹ വഹുവ അത്തബർറു മിൻ കുല്ലി ഷൈഇൻ സിവല്ലാഹി തആല, അല്ലാഹു അല്ലാത്തതായ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറലാണ്. ഇലല്ലാഹി, അല്ലാഹുവിലേക്ക്, മറ്റ് എല്ലാ വസ്തുക്കളെയും ഒഴിവാക്കിയിട്ട് അള്ളാഹുവിൽ മാത്രം തബത്തുലി ചെയ്യുക, മുൻകത്തിയായിട്ട് അങ്ങോട്ട് വീഴുക. അസ്തഗ്ഫിറുല്ലാഹ മിമ്മാ സിവല്ലാഹ് വകുല്ലു ഷൈഇൻ യഖൂലു അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ മിമ്മാ സിവല്ലാഹ്, മാ സിവയിൽ നിന്ന് മുഴുവനും ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. അള്ളാഹു അല്ലാത്ത ആരെങ്കിലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ കാമിക്കുകയോ പ്രേമിക്കുകയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അവരിൽ എൻ്റെ ആയുസ് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. വകുല്ലു ഷൈഇൻ യഖൂലു അല്ലാഹ്, എല്ലാ വസ്തുക്കളുടെയും ആ നുത്ഖ് അല്ലെങ്കിലും ഹാലിയായ നുത്ഖ്, ലിസാനിയായ നുത്ഖ് അല്ലെങ്കിൽ ഹാലിയായ നുത്ഖ് കൊണ്ട് അവസ്ഥകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? അല്ലാഹ് എന്നുള്ളതാണ്. അതാണ് ഒരു അത് തഖ്വയുടെ ഒന്നാമത്തെ അർത്ഥമാണ്. ഇനി തഖ്വയ്ക്ക് നൂറുകണക്കിന് മർത്തബകളുണ്ട്. സിദ്ദീഖുൽ അക്ബറിൻ്റെ തഖ്വയല്ല ഉമർ ബിൻ ഖത്താബിന്, അവരുടേതല്ല ഉസ്മാൻ ബിൻ അഫ്ഫാന്, അവരുടേതല്ല അലി ബിൻ അബി താലിബിന്. അത്തരം സഹാബികളുടേത് താബീങ്ങൾക്ക് താബീങ്ങൾക്ക് ശേഷം വരുന്നവർക്ക് താബീങ്ങളുടെ ദർജയിൽ എത്താൻ കഴിയില്ല. അത് ഇവിടെ പറഞ്ഞത് എന്താണ്? തഖ്വയാണെന്നല്ല പറഞ്ഞേ, മുന്തഹ ദർജാത്തി സാലിക്കീൻ, സാലിക്കീങ്ങളുടെ ദർജയുടെ മുന്തഹയെ കുറിച്ചാണ് പറഞ്ഞത്. അത്തബറു മിൻ കുല്ലി ഷൈഇൻ സിവല്ലാഹ് എന്ന് പറഞ്ഞത്. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളോട് ലഅല്ലക്കും തത്തഖൂന എന്ന് പറയുന്നതും പ്രവാചകന്മാരോട് ലഅല്ലക്കും തത്തഖൂന എന്ന് പറയുന്നതും അത് ഒരേ അർത്ഥത്തിലല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം എന്തുകൊണ്ടാണ്? ഹസനാത്തുൽ അബ്റാരി സയ്യിആത്തുൽ മുഖറബീൻ എന്ന് നമ്മൾ ഒരു പൊതുവായ ഒരു ആപ്തവാക്യം പോലെ കേട്ടതാണ്. മുഖറബീങ്ങളായ ഹസനാത്തുൽ അബ്റാർ, സാധാരണഗതിയിലുള്ള ഗുണവാന്മാരുടെ നന്മകൾ ചിലപ്പോൾ നന്മകൾ, സയ്യിആത്തുൽ മുഖറബീൻ കൂടുതൽ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ച ആളുകളിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് അത് തെറ്റുകളായിരിക്കാം. ഇപ്പോൾ ഉദാഹരണം നമുക്കറിയാം, ഒരു സാധാരണക്കാരൻ, ഒരു ആമിയായ ആൾ അങ്ങാടികളിലൂടെ ഒരു സൈക്കിൾ എടുത്തിട്ട് ഓടിക്കുന്നു, അല്ലെ എന്താക്കാണ് ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അല്ലെ പോട്ടെ കടലൊക്കെ കുറിച്ച് തിന്നുന്നു ടൗണിൽ വെച്ചിട്ട്. അത് ഒരു എ പി ഉസ്താദോ അല്ലെങ്കിൽ വേറെ വലിയ മഹാനായ ആളോ ആ ഒരു പണി സൈക്കിൾ എടുത്തിട്ട് ഓടിക്കാന്ന് ടൗണിലെ കൂടി എങ്ങനെ ഉണ്ടാവും? അത് അവരെ സംബന്ധിച്ചിടത്തോളം സയ്യാത്തായിട്ട് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഹോട്ടലിൽ കയറിയിട്ട് പോട്ടെ, ഒരു വലിയ ഹോട്ടലിൽ കയറിയിട്ട് ഒരു എ പി ഉസ്താദ് തന്നെ ചായ കുടിക്കുന്നൊക്കെ അത് സയ്യത്തായിട്ടല്ലേ കണക്കാക്കുക എല്ലാവരും. ഈ ഉസ്താദ് ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കാനാ, നമ്മളല്ലേ എന്തിനാ ഇവിടെ ജീവിക്കുന്നതെന്നല്ലേ ചോദിക്കുക മറ്റുള്ള അണികൾ. അപ്പോൾ അതാണ് പറയുന്നത്, മഹാന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഹസനാത്തായിരിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് സയ്യാത്തായിരിക്കാം എന്നതുപോലെയാണ് തഖ്വ എന്ന് പറയുന്നതിന് ഒരൊറ്റ ഒരു ഗ്രേഡ് മാത്രമൊന്നുമല്ല. അതിൻ്റെ പ്രഥമവും പ്രാധാന്യവുമായിരിക്കുന്ന ഒരു വിഷയം അതെന്താണ്? ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹി. ആ സിൽക്കിലേക്ക് ദുഖൂലാണ്ടിക്ക് തന്നെ ഈ രണ്ട് നിബന്ധനകൾ വേണം. ഒന്ന് തർക്കുൽ മാസിയത്ത് വേണം, അതുപോലെ തന്നെ എന്ത് വേണോ? ഇംതിസാലുൽ അവാമിരും വേണം. അത് എല്ലാ ഫർളുകളും നിർവഹിക്കണം, എല്ലാ ഹറാമുകളും ഒഴിവാക്കണം, എങ്കിലേ തഖ്വയിൽ പെടും. പിന്നെ ഭാഗികമായ തഖ്വ, അതിപ്പോൾ നമുക്കിപ്പോൾ എല്ലാ ഹറാമും ഒഴിവാക്കാൻ കഴിയുന്നില്ല, എല്ലാ വാജിബും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ തീരെ തഖ്വയില്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് ജയിക്കാനേ കഴിയില്ല. അള്ളാഹു തആല രക്ഷപ്പെടുത്തിയെങ്കിലേ നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുകൊണ്ട് എന്താണ് അതിൻ്റെ പരിപൂർണമായ അവസ്ഥ? മുന്തഹ ഏതാണ്? അത് അത്തബറു മിൻ കുല്ലി ഷൈഇൻ സിവല്ലാഹി തആല എന്നാണ്. വഅനൽ ആബിദ, ഒരു ഇബാദത്ത് ചെയ്യുന്ന ആള്, ഇബാദത്ത് കൊണ്ട് മുത്തസിഫായ ആള്, യംബഗി അനിവാര്യമാണ്, അല്ലാ യഗ്തറ ബി ഇബാദത്തിഹി, തൻ്റെ ആരാധനയിൽ താൻ വഞ്ചിതനാകരുത്.
ഞാനിപ്പോൾ 5 വക്ത് നിസ്കരിച്ചു, എനിക്കെന്തപ്പോൾ കുഴപ്പം? ഞാൻ ജമാഅത്തിന് പോകുന്നുണ്ട്, റമദാനായ നല്ല നിലക്ക് നോമ്പ് വെക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, എൻ്റെ ഔറാദുകൾ ഞാൻ ഇതാക്കുന്നുണ്ട്, എൻ്റെ ഓളോടും മക്കളോടും ഞാൻ നല്ല നിലക്ക് പെരുമാറുന്നുണ്ട്, മദ്രസക്ക് കൊടുക്കുന്നുണ്ട്, പള്ളിക്കൂടും. ഇപ്പം തൻ്റെ ഇബാദത്താ. ഈ ഇബാദത്തിൽ അവൻ മുഹ്തറായി എന്നാണ് അവനെ മനസ്സിലാക്കാനുള്ള. ആ പറച്ചൽ തന്നെ ഉറൂറിൻ്റെ പറച്ചല. ലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ചതിയനായ ശൈത്താൻ നിങ്ങളെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ചതിയിലകപ്പെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞത് അത് അവിടെ തന്നെയാണ്. ഞാൻ ഇനി പിന്നെ 4 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഹജ്ജും വളരെ ഉഷാറായിന്, ഞാൻ നല്ല എനിക്ക് തവാഫ് ചെയ്തതിന്, ഹജറുൽ അസ്വദ് പിടിച്ച് ചുംബിച്ചിന് എന്നെല്ലാം പറഞ്ഞാൽ അതെന്ത് പറച്ചല? അത് ഉറൂറിൻ്റെ പറച്ചലല്ലേ? അത് ഇഖ്തിറാറിൻ്റെ പറച്ചല ശരിക്ക്. അതാണ് പറഞ്ഞത്, ഇബാദത്ത് കൊണ്ട് ഉറൂറിൽ പെടരുത്. കാരണം എന്തുകൊണ്ടാ? ഞങ്ങളുടെ വീക്ഷണത്തിൽ എല്ലാ വിധത്തിലുള്ള കാമിലുമായ ഇബാദത്താണെങ്കിലും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ മഖ്ബൂലായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വർ റജാഇ, പേടിയും വേണോ പ്രതീക്ഷയും വേണോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു പേടി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഇബാദത്ത് എടുത്ത് പറഞ്ഞ് നടക്കുകയൊന്നും ചെയ്യില്ല. നമ്മൾ പിന്നെ ഉറൂറിനെ പേടിക്കലും. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഭാഷാർത്ഥം തന്നെ എന്തെന്നാ? ഭയപ്പെടുക, പേടിക്കുക എന്നാ. എന്തിനെ പേടിക്കുക? എന്തൊക്കെ ഞങ്ങൾക്ക് നുക്സാനുകൾ ഉണ്ടാക്കി തീർക്കുന്നുവോ, ഞങ്ങളുടെ ഇർളിന്, ഞങ്ങളുടെ ഇബാദത്തിൻ്റെ സവാബിനെ ബാധിക്കുന്നതിന്, ഞങ്ങളുടെ ആഖിറത്തിനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളെയും സൂക്ഷിക്കുക എന്നാണല്ലോ തഖ്വ. അപ്പോൾ ആ തഖ്വയുടെ വ്യാപകാർത്ഥത്തിൽ ആരും പെടുന്നുണ്ട്? ഉറൂറിൽ പെടരുത്. അതിൽ നിന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഉറൂറിൽ പെട്ടുപോകരുത് എന്ന്. അത് ചിലപ്പോൾ എന്തായിരിക്കാം? ഞങ്ങൾ ചെയ്ത ഇബാദത്തിനെ മറ്റുള്ളവർക്ക് കാണിക്കലായിരിക്കാം, അല്ലെ ചെയ്ത ഇബാദത്ത് എടുത്ത് പറയലായിരിക്കാം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തതിനെ എടുത്ത് പറയലായിരിക്കാം. അതല്ലേ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ ചെയ്ത ധർമ്മങ്ങളെ നിങ്ങൾ കൊടുത്തത് എടുത്ത് പറഞ്ഞിട്ട് അതുപോലെ അതിൻ്റെ സ്വീകരിച്ച ആളുകളെ ഇടങ്ങേറാക്കിയിട്ട് നിങ്ങൾ അതിനെ ബാത്തിലാക്കരുത് എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. വയകൂന അദാ ഖൗഫിൻ വറജാ, അവൻ എന്തായിരിക്കണം? ഭക്തിയുള്ളവനായിരിക്കണം, പ്രതീക്ഷയുള്ളവനുമായിരിക്കണം. അപ്പോൾ ഖൗഫും വേണം, റജാവും വേണം. കമാ ഖാല അല്ലാഹു തആല യദഊന റബ്ബഹും, അവർ അവരുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നു, ഖൗഫൻ വതമഅൻ, പേടിച്ചുകൊണ്ടും പ്രതീക്ഷയോടുകൂടെയും. ഈ 2 സിഫത്ത് വേണം. അതാ യർജൂന റഹ്മത വയഖാഫൂന ഇഖാബ, അവൻ്റെ കരുണയെ കാംക്ഷിക്കുന്നു, അതോടുകൂടെ തന്നെ അവൻ്റെ പിന്നെ ശിക്ഷയെ ഭയക്കുകയും ചെയ്യുന്നു എന്ന്. തർക്കീബ് പറഞ്ഞെന്താണ്? ലഅല്ലക്കും തത്തഖൂന എന്നുള്ളത് ഉഅ്ബുദു എന്നുള്ളതിൻ്റെ ഫായിലിൽ നിന്ന് മർഫൂആയ ലമീറിൽ നിന്ന് ഹാലാണെന്ന് പറഞ്ഞു. ഇനി 2ാം തർക്കീബ് പറയാണ് ഔ മിൻ മഫൂലി ഖലഖക്കും, ഖലഖക്കും എന്നുള്ളതിൻ്റെ മഫൂലിൽ നിന്ന് ഹാലാണ് എന്ന് വെക്കണം. വൽ മഅതൂഫി അലൈഹി അലാ മഅന, മഫൂലിൽ നിന്ന് വൽ മഅതൂഫി അലൈഹി അലാ മഅന അന്നഹു ഖലഖക്കും വമൻ ഖബ്ലക്കും, നിങ്ങളെയും പഠിച്ചു, നിങ്ങളുടെ പൂർവികരെ പഠിച്ചു. ഫി സൂറത്തി മൻ, ഒരാളുടെ കോലത്തിൽ പഠിച്ചു. യുർജാ മിൻഹു, അയാളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് അത്തഖ്വ, തഖ്വ. ലി തറജുഹി അംരിഹി ബിജ്തിമാഇ അസ്ബാബിഹി, അവൻ്റെ കാര്യം റാജിഹായതിനു വേണ്ടി, അതിൻ്റെ കാരണങ്ങളെല്ലാം തന്നെ സമ്മേളിക്കൽ കൊണ്ടും, കസ്റത്തി ദവാഇ ഇലൈഹി, അതിലേക്കുള്ള പ്രേരണകൾ കസീറായതിനു വേണ്ടിയുമാണ് അങ്ങനെ ചെയ്യുന്നത്. ദാഇൻ്റെ ബഹുവചനമാണ് ദവാഇ, പ്രേരണകൾ, അസ്ബാബുകൾ എന്നൊക്കെയാണ് അതിൻ്റെ മാന. വല്ലവ, അല്ലാഹു തആല മികപ്പിച്ചു, അൽ മുഖാതബീന, സദസ്സിലുള്ളവരെ, അലൽ ഗായിബീന, മറഞ്ഞവരെക്കാൾ, ഫിൽ ലഫ്ദിലും വൽ മാന, മാനയിലും. എന്താക്കി? തഗ്ലീബാക്കി. അലാ ഇറാദത്തിയും ജമിയൻ, അവരെല്ലാവരുമാണ് ഉദ്ദേശം. ആര്? ഇപ്പം നിലവിലുള്ള ആളുകളും ഇനി ഖിയാമത്ത് വരെ വരാൻ പോകുന്ന ആളുകളും. വക്കീല പറയപ്പെട്ടു തഅലീലുൽ ഖൽഖി, അത് ഖൽഖിനിക്ക് ഇല്ലത്താണ്. ഏത്? അല്ലാഹു തആല നിങ്ങളെ പടച്ചു, എന്തിനു വേണ്ടി പടച്ചു? ലഅല്ലക്കും തത്തഖൂൻ, ഐ ഖലഖക്കും ലികൈ തത്തഖൂൻ, കമാ ഖാല വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അപ്പോൾ അവിടെ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നുള്ള എന്തിനെ ഇല്ലത്താണ്? ഖൽഖിൻ്റെ ഇല്ലത്താണ്. അതുപോലെ തന്നെ ഇവിടെയും എന്ത് തന്നെയാണ്? ഖൽഖിൻ്റെ ഇല്ലത്താണ് ലഅല്ലക്കും തത്തഖൂന എന്നുള്ളത്. എന്നാൽ വഹുവ ദഈഫുൻ, അത് ദഈഫാണ്. ഇത് ലം യസ്ബുതു ഫിൽ ലുഗത്തി മിസ്ലുഹു, ഭാഷയിൽ തത്തുല്യമായത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ദഈഫാണ്. ഭാഷ അങ്ങനെ ദഈഫാണ് എന്നുള്ളത് ശരിക്കും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്താ? അങ്ങനെ ധാരാളം നുഹാത്തുകളൊക്കെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അങ്ങനെ പിന്നെ അതെനിക്ക് ഇല്ലാത്തായിട്ട് അതുപോലെ തെളിവും പിടിച്ചിട്ടുണ്ട്. ഫുസഹാഉൽ അറബീന് തെളിവും പിടിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞ്. ലഅല്ലക്കും തത്തഖൂൻ, അതെന്താണെന്നറിയോ? ആ പറയുന്നതെന്നറിയോ? ഈ ലഅല്ല എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണെന്ന്, അത് ഇല്ലത്തിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞതിനെ ആയിരിക്കും അവിടെ നിരൂപിച്ചിട്ടുണ്ടാവുക. വഖീല തഅലീലുൽ ഖൽഖി
കമാ ഖാല വഹുവ ദഈഫുൻ ഇദ് ലം യസ്ബുത് ഫിൽ ലുഗതി മിസ്ലുഹു വൽ ആയത്തു തദുല്ലു അലാ അന്ന ത്വരീഖ ഇലാ മഅരിഫത്തില്ലാ. ആയത്ത് അറിയിക്കുന്നുണ്ട് അള്ളാഹുവിനെ അറിയാനുള്ള റൂട്ട്, വൽ ഇൽമി ബി വഹ്ദാനിയത്തിഹി അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള അറിവിൻ്റെയും മാർഗം, വസ്തിഹ്കാക്കിഹി ലിൽ ഇബാദ ഇബാദത്തിന് അവൻ അർഹനാണ് എന്നുള്ളതിൻ്റെയും, അൻ നളറു ഫി സുൻഇഹി അവൻ്റെ മഖ്ലൂഖാത്തിലുള്ള ആലോചനയാണ്, വൽ ഇസ്തിദ്ലാലു ബി അഫ്ആലിഹി അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് തെളിവൊടിക്കലുമാണ്. വഅന്നൽ അബ്ദ ലാ യസ്തഹിഖു ബി ഇബാദത്തിഹി അലൈഹി സവാബൻ ഒരടിമ തൻ്റെ ആരാധന കൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ ഒരു പ്രതിഫലത്തെയും ഉടമപ്പെടുത്തുന്നുമില്ല. അപ്പം അവകാശത്തോടുകൂടെ എൻ്റെ നിസ്കാരത്തിൻ്റെ കൂലി ഇങ്ങോട്ട് എടുത്തേക്ക് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല എന്ന് ഇവിടുന്ന് മനസ്സിലാകുന്നുണ്ട്. വജബത്ത് അലൈഹി കാരണം ആരാധന അടിമയ്ക്ക് വാജിബാകുന്നത് ശുക്രല്ലിമ ഒന്നിന് നന്ദിയായിട്ടാ, അദ്ദദഹു ആ ഒന്നിനെ എണ്ണി പറഞ്ഞിട്ടുണ്ട് അലി ഓനോട് മിന ന്യാമി സാബിക്കത്തി സാബിഖായ ന്യാമത്തുകളാൽ ഒരുപാട് ന്യാമത്തുകൾ പറഞ്ഞല്ലോ. നിങ്ങളെ മോമിനാക്കി ഹിദായത്ത് നൽകി ഫലാ. അപ്പോൾ ഇതെല്ലാം ഒരുപാട് ന്യാമത്തുകൾ തന്നു, നിങ്ങളെ പടച്ചു, ഇല്ലായ്മയിൽ നിന്ന് പടച്ചു. അപ്പോൾ ഈ ന്യാമത്തുകളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞു. ആ ന്യാമത്തുകൾക്ക് നന്ദിയായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ന്യാമത്തുകളുടെ പകരം നിങ്ങൾ ചെയ്ത നന്ദിക്ക് പിന്നെന്താ ഒരു പ്രതിഫലം ഉണ്ടാകുക? അതും തഹ്സീലുൽ ഹാസിലായി മാറൂലേ? ഒരിക്കൽ നിങ്ങൾക്ക് കൂലി കിട്ടിയല്ലോ, അതിൻ്റെ പ്രതിഫലം കിട്ടിയില്ലേ? പിന്നെ ഇനിയും എങ്ങനെ നിങ്ങൾക്ക് പിന്നെ ഇബാദത്തിൻ്റെ കൂലി ചോദിച്ചു മടിക്കാൻ വേണ്ടി കഴിയുക? കാരണം നിങ്ങൾ ചെയ്ത ഇബാദത്തിന് എന്തിൻ്റെ പേരില്ല? നിങ്ങൾക്ക് തന്ന പിന്നെ എന്താണ് അനന്തമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തിന് അവിടെ പിന്നെ പ്രതിഫലത്തിനും ചോദിക്കാൻ വേണ്ടി പറ്റൂല. ഫൗവക അജീരിൻ അപ്പോൾ നമ്മൾ ഒരു അടിമ ഒരു കൂലിക്കാരനെ പോലെ ഒരു വേലക്കാരനാ അഖദൽ അജ്ർ ഓൻ കൂലി വാങ്ങി കബലൽ അമനി തൊഴിലിന് മുമ്പ് തന്നെ കൂലി മേടിച്ച് അഡ്വാൻസ് എന്ന് പറഞ്ഞ് ആദ്യം മേടിച്ച് കഴിഞ്ഞു. എനിക്ക് പണിയെടുത്തതിന് ശേഷം എനിക്ക് കൂലി ചോദിക്കാനോ കണക്കൂട്ടി വാങ്ങാനോ ഉണ്ടാവൂല.